ഹലോ, വെൽക്കം ബാക്ക് ടു ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കടല കൊണ്ടുള്ളൊരു സ്നാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവോള വേണം, പച്ചമുളക് വേണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കൊടുക്കുന്നത്. ക്യാരറ്റ് അല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുതിർത്ത് വെച്ച കടല അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇതിലേക്കെല്ലാം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടല വെള്ളത്തിലിട്ട് വയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മളെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർക്കുന്നത്. പക്ഷെ അതിന് മുൻപ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലേവർ കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്കിന്. ഇനിയാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പം കശ്മീരി ചില്ലി പൗഡർ അല്ല, എരിവുള്ള ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ, ഹാർട്ട് ഷേപ്പ്, സ്റ്റാർ ഷേപ്പ്, അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഷേപ്പിലാക്കി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്, ഒരുപാട് എണ്ണ എടുക്കാത്തതുകൊണ്ട്. ഇനി ഞാനിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇനി ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിടണം. ഒരു സൈഡ് ഈ കളറായപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. ഇനി അപ്പുറത്തെ സൈഡും കൂടെ വെന്ത് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല സ്നാക്കാണിത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ ക്യാബേജോ അങ്ങനെ എന്ത് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് സെയിം എണ്ണയിൽ തന്നെ ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ കടല സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കടല കട്ട്ലേറ്റ് എന്നോ കടല വടയെന്നോ ഒക്കെ തന്നെ വിളിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായി കാണുന്നത് വരെ ബൈ ഫ്രം ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. See you in my next video. Until then, bye.